കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയെ രണ്ടാനമ്മ കൊലപ്പെടുത്തിയതിൽ ദുരൂഹത തുടരുന്നു. കേസിൽ അനിഷയുടെ മൊഴിയിലുള്ള വൈരുദ്ധ്യമാണ് പോലീസിനെ വലയ്ക്കുന്നത്. 6 വയസ്സുകാരിയുടെ കൊലയ്ക്ക് പിന്നിൽ ദുർമന്ത്രവാദമാണെന്നും പോലീസ് സംശയിക്കുന്നു. അജാസ് ഖാന്റെ രണ്ടാം ഭാര്യ നിഷയെന്ന് വിളിക്കുന്ന അനിഷയാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് പോലീസ് കണ്ടെത്തി. അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് കൊല്ലപ്പെട്ട മുസ്കാൻ. നെല്ലിക്കുഴിയിൽ സ്ഥിരതാമസമാക്കിയ ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ 6 വയസ്സുകാരിയായ മകൾ മുസ്കാനെ ഇന്നലെ രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. നിഷയ്ക്കും ആദ്യ വിവാഹ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്. അടുത്തിടെ അജാസ് ഖാനിൽ നിന്ന് നിഷ വീണ്ടും ഗർഭിണിയായതിനാൽ ഒരു കുട്ടി കൂടി വരുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിന് മുസ്കാൻ തടസ്സമാകുമോ എന്ന ചിന്തയിലാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് നിഷ ആദ്യം നൽകിയ മൊഴി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ദുർമന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അജാസ് ഖാൻ കൊലപാതകത്തിൽ പങ്കെടുത്തില്ല എന്നാണ് നിഗമനം. എന്നാൽ അനിഷ പലപ്പോഴായി പലതരത്തിലുള്ള മൊഴിയാണ് പോലീസിന് നൽകുന്നത്. അനിഷയുടെ ഭർത്താവ് അജാസ് ഖാൻ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നും പോലീസ് പറഞ്ഞു. ദുർമന്ത്രവാദ സാധ്യതയെക്കുറിച്ച് അവ്യക്തമായ സംശയം നിലനിൽക്കുന്നുണ്ടെന്നും നിലവിൽ ഒരു പ്രതി മാത്രമാണെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് പ്രദേശവാസികളുടെ പ്രതികരണവും. രാവിലെ കുട്ടി അനങ്ങുന്നില്ലെന്ന് പറഞ്ഞാണ് അയൽവീട്ടിൽ വന്ന് വിവരം പറയുന്നതെന്ന് വാർഡ് മെമ്പർ DO അസീസ് പറയുന്നു. അവർ വന്ന് നോക്കുമ്പോൾ കുട്ടി വിറങ്ങലിച്ച നിലയിലായിരുന്നു. തുടർന്ന് അയൽക്കാർ അജാസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നുവെന്നും ഭാര്യയ്ക്ക് എന്തൊക്കെയോ ബാധയുണ്ടെന്നുമാണ് അജാസ് പറയുന്നത്. രാത്രി തന്റെ കൂടെ ഭക്ഷണം കഴിച്ച് കുട്ടികൾ മറ്റൊരു മുറിയിൽ കിടന്നെന്നും രാത്രി 10:30 ജോലി സ്ഥലത്തേക്ക് പോയെന്നുമാണ് അജാസ് പറയുന്നത്.